രാജിനെ തൃശ്ശൂർക്ക് ട്രാൻസ്ഫർ ചെയ്തെന്നല്ലേ പറഞ്ഞേ? തൃശ്ശൂർക്കല്ല, കൽക്കട്ടയ്ക്ക്. അത് കുറേ നാൾ കഴിഞ്ഞിട്ട് ഞങ്ങൾ തമ്മിൽ തെറ്റലായി ഇച്ചിരി വിഷയം. ആ സമയത്താണ് പുള്ളി പറഞ്ഞത് എന്താണ് അവനെ ഞാൻ കൽക്കട്ടയ്ക്ക് വിടുമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞല്ലാണ്ടൊന്നും നടന്നൊന്നുമില്ല. അതിൻ്റെ ഇടയ്ക്ക് തൃശ്ശൂർ പോയതെന്ന് പറഞ്ഞാൽ രാഷ്ട്രദീപിക പത്രം തുടങ്ങുന്നതിൻ്റെ കൂടെ അന്ന് ഭയങ്കര ആഘോഷമാണ്, എല്ലാം കൂടെ. എനിക്കും സന്തോഷമായിരുന്നു. പുള്ളി പറഞ്ഞു ദിവസവും കാർട്ടൂൺ വേണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ അന്ന് അങ്ങനെ അത്രയും പ്രൊഡക്ടിവിറ്റി ഇല്ല. ഇങ്ങനെ ദിവസം എന്തും വരയ്ക്കാം, എങ്ങനെ വരയ്ക്കാമെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് കോൺഫിഡൻസ് ആയി. അങ്ങനെ പോയി. അപ്പോൾ താമസമൊക്കെ രാമനല്ലി കൂടെ. അപ്പോൾ ഇങ്ങനെ റിലാക്സ് ചെയ്ത് പൊക്കോ, വളരെ സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് പൊക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമുക്ക് സന്തോഷമായി. അപ്പോൾ നല്ല പോയി രാമനല്ലി കിടക്കുന്നു. അങ്ങനെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. എന്നാലും അഡ്വാൻസ് കാശ് മേടിച്ചോണ്ടാണ് പോകുന്നത്. എന്നാലും കാശ് കുറച്ച് തീരാറായി കഴിഞ്ഞപ്പോൾ നമുക്കൊരു സംശയം, ഇത് അങ്ങനെ വിശ്വസിക്കാൻ പറ്റുമോ അറിയില്ല. അപ്പോൾ നമ്മളൊരു 2 ആഴ്ച അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ തിരിച്ച് ഇങ്ങോട്ട് പോന്നു. മതിയായി. ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞിട്ട് പയ്യെ ഈ ബില്ലൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് അക്കൗണ്ട്സിലെ കുഞ്ഞുമോൻ ബിയർ ഒക്കെ വെട്ടാൻ തുടങ്ങി. നമ്മൾ സത്യസന്ധമായി കണക്ക് കൊടുത്തതാണ്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വല്ല അരിഷ്ടമെന്നോ ഒക്കെ എഴുതി കൊടുത്തിരുന്നെങ്കിൽ പാസ്സായി പോയേനെ. അപ്പം പിന്നെ നമ്മൾ അവിടെ വെച്ച് നിർത്തി കഴിഞ്ഞിട്ട് പുള്ളിയെ കണ്ടു കഴിഞ്ഞാൽ കണക്കിൻ്റെ കാര്യമൊക്കെ അതൊക്കെ കമ്പനി ലോന്ന് ഏതാണ്ടൊക്കെ പറഞ്ഞ് പുള്ളി നമ്മളെ അത്ര വിട്ട സന്തോഷം പിന്നെ കണ്ടില്ല. പിന്നെ കാർട്ടൂണിന് വളരെ ഫ്രീഡം, അത് ഒരു ഗുണം കിട്ടിയത് പുള്ളി വന്നപ്പോൾ. സാധാരണ പുതിയ MD-മാരൊക്കെ വരുമ്പോൾ ഞാൻ ഇതൊക്കെ പറയും, ഇവിടെ ഒന്നും ശരിയാവില്ല, ആകെ ഇവരൊന്നും ഗുണമില്ല, അങ്ങനെ വർക്ക് ചെയ്യാനൊരു സുഖമില്ല, ഇങ്ങനെ പരാതികളാണ് പറയുന്നത്. അതും അടുത്ത് കഴിഞ്ഞ് പുള്ളി വന്ന സമയത്ത് ഞാൻ പറഞ്ഞത് എനിക്കിവിടെ വരയ്ക്കാൻ പറ്റുന്നില്ല, ആരും പ്രോത്സാഹിപ്പിക്കുന്നില്ല, നമ്മൾ ഉപയോഗിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അത് കേട്ടപ്പോൾ പുള്ളിക്കൊരു സന്തോഷം തോന്നി. പുള്ളിയൊക്കെ ദിവസവും കാർട്ടൂൺ വരയ്ക്കാമോ, അവിടെ ഒരു പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞു, ആരെ വേണേലും വിമർശിക്കാം. അങ്ങനെ നന്നായിട്ട് തന്നെ വിമർശിച്ചൊക്കെ തുടങ്ങി, ആളുകളെയൊക്കെ തുടങ്ങി. കുറേ കഴിഞ്ഞപ്പോഴാണ് പുള്ളിക്ക് രാഷ്ട്രീയ ബന്ധങ്ങൾ വന്നു തുടങ്ങി. അത് കഴിയുമ്പോൾ പുള്ളിക്ക് വേറെ ഇൻട്രസ്റ്റൊക്കെയാണെന്ന് തോന്നുന്നു. ഈ കരുണാകരനെ ഒന്ന് മണിയടിച്ചാലോ ഒക്കെ കൊള്ളാമെന്നൊക്കെയുള്ള ബന്ധം. പിന്നെ റെസ്ട്രിക്ഷൻ വന്നു തുടങ്ങി, പലതും പുള്ളി റിജക്റ്റ് ചെയ്യാൻ തുടങ്ങി. ഒരിക്കൽ ചോദിച്ചപ്പോൾ ഒരു കുഴപ്പമില്ലാത്തൊരു കാർട്ടൂണാണ്, മുസ്ലിം ലീഗിൻ്റെ ഇതൊക്കെ. ഇതിനെന്നാ കുഴപ്പമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളി ഇന്ന് ഞാൻ അവരെ കാണാൻ പോകുന്നുണ്ട്, അപ്പോൾ പിന്നെ ഇതുമാതിരി ശരിയല്ലല്ലോ ആണ് പുള്ളി പറഞ്ഞത്. അങ്ങനെ പിന്നെയും മടുപ്പായി ഓരോന്നൊക്കെ. അത് കഴിഞ്ഞാൽ പ്രതിച്ഛായ ചർച്ചകൾ നടക്കുന്നു. ഈ കരുണാകരനെ പുറത്താക്കാനുള്ള മറ്റ് ഗ്രൂപ്പുകൾ, ഉമ്മൻചാണ്ടി ഗ്രൂപ്പൊക്കെ. ആ സമയത്ത് ഞാൻ നന്നായിട്ട് കാർട്ടൂൺ വരച്ച് പെരുപ്പിച്ച് വന്നപ്പോഴാണ് പുള്ളി പിന്നെയും തടസ്സം. അത് കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു ഞാൻ ഒരു ഐഡിയ തരാം എന്നും പറഞ്ഞുകൊണ്ട് ഈ മരത്തിൻ്റെ മുകളിൽ കമ്പ് മുറിക്കുന്നതാണ്, സ്വയം കുളം തോണ്ടുന്നു എന്നുള്ള അർത്ഥത്തിലാണ്. ഞാൻ പറഞ്ഞു അത് ക്ലീഷയാന്ന് പറഞ്ഞു. പുള്ളിക്ക് അത് ക്ലീഷയുടെ അർത്ഥം അറിഞ്ഞൂടാ. നമുക്കല്ലേ ക്ലീഷേ, വായനക്കാർക്ക് എന്ത് ക്ലീഷേ എന്ന് പറഞ്ഞു. പക്ഷേ ഒരാഴ്ചയ്ക്ക് ക്ലീഷയെക്കുറിച്ച് ക്ലാസ് എടുത്തുള്ളി ഞങ്ങളെയൊക്കെ പഠിപ്പിക്കാനായിട്ട് കേട്ടോ. അത് അന്നേരം ഞാൻ ഓർത്തേ. അപ്പോൾ പുള്ളിക്ക് ഇത് അറിയില്ലായിരുന്നു എന്നുള്ള ബോധ്യം എനിക്ക് അപ്പോഴാണ് വന്നത്. അങ്ങനത്തെ സുന്ദര അനുഭവമുണ്ട്. പക്ഷേ പുള്ളിയുടെ കാലം എനിക്ക് ഇഷ്ടമാണ്. വളരെ ഒരു പ്രോമിസിങ് ആയിട്ടൊക്കെ തോന്നി. നമുക്ക് ഒത്തിരി വ്യത്യസ്തത. ദിവ്യ എന്നൊരു 3-ാം സ്ഥാനം വരെ എത്തിയതാണ്. മറ്റ് മനോരമയൊക്കെ പേടിക്കുന്ന ഒരവസ്ഥയിലേക്കൊക്കെ.